ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറെ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം മുൻപോ മറ്റോ, ഒരു പക്ഷേ അതിനേക്കാൾ അപ്പുറത്തായിരിക്കും, CSRൽ നിന്ന് വന്നിട്ടുള്ളൊരു കോൾ. എനിക്ക് അന്ന് TM ആണ് വിളിച്ചത്. അന്ന് ഓമിർ അഞ്ജുമിൻ്റെ വർക്ക്, അതിൻ്റെ ചില അദ്ദേഹത്തിൻ്റെ PhD തീസിസിൻ്റെ അത് ബുക്കായിട്ട് പുറത്തിറങ്ങിയ ആ ഒരു പഠനത്തിൻ്റെ ചില ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ, അത് മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത ഘട്ടത്തിലാണ് ഓമിർ അഞ്ജുമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോക്ക്, അതിനെക്കുറിച്ചുള്ള ഒരു സംസാരത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നീട് ഞാനത് വായിക്കുന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടു. പക്ഷെ പിന്നീട് ഈ വിഷയത്തിൽ പിന്നീടും ഒരു ടോക്കിനെ കുറിച്ചുള്ള സംസാരത്തിലാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന അർത്ഥത്തിൽ കുറെ കൂടി മെൻ്റൽ ഹെൽത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പഠനങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ വലിയ തോതിലുള്ള ഒരു ഇൻഫ്ലുവൻസ് നമ്മളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്കോഴ്സുകൾ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു മേഖലയിൽ വന്നിട്ടുള്ള ഒരു പഠനത്തിലേക്ക് വായിക്കണമെന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു വായന നടത്തി അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ചിന്തകൾ, അല്ലെങ്കിൽ ആ ഒരു പുസ്തകം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഒന്ന് സംവദിക്കുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് മീഖായിൽ അഹമ്മദ് സ്മിത്തിൻ്റെ വിത്ത് ദി ഹാർട്ട് ഇൻ മൈൻഡ് ദി മോറൽ ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഓഫ് ദി പ്രൊഫറ്റ്, പ്രവാചകൻ്റെ ധാർമ്മികവും വൈകാരികമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ഇൻ്റലിജൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഷെയ്ഖ് മീഖായിൽ സ്മിത്ത് എഴുതിയ ഒരു പുസ്തകത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രന്ഥകാരൻ അമേരിക്ക ബേസ്ഡ് ആണ്. അവിടെയുള്ള കലം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും, അവിടുത്തെ ഒരു സ്കോളറാണ്. അദ്ദേഹം 18-ാം വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. മാൽക്കം എക്സിൻ്റെ ഓട്ടോബയോഗ്രഫി, അതുപോലെ ഖുർആനിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ കടന്നുപോക്കിലൂടെയൊക്കെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് എത്തുന്നത്. പിന്നീട് ദമാസ്കസ്, സിറിയയിൽ അദ്ദേഹം പഠനം നടത്തുന്നുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കുന്നുണ്ട്. പിന്നീട് ദാറുൽ കാനഡയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഇസ്ലാമിക് ഡിഗ്രി കരസ്ഥമാക്കുന്നുണ്ട്. നിലവിൽ അദ്ദേഹം തഫ്സീർ, സീറ, അഖീദ, ഹദീസ് തുടങ്ങിയവയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ടീച്ചിങ് ഏരിയകൾ. അതോടൊപ്പം സാമാന്യം ഇസ്ലാമിക് ആക്ടിവിസ്റ്റിൽ, അമേരിക്കൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സാമാന്യം ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഈ ഒരു പഠനം രണ്ട് തരത്തിലുള്ള പഠനങ്ങളെ, അതായത് ഒരേ സമയം ഇസ്ലാമിക് സയൻസും ഇസ്ലാമിക് സ്റ്റഡീസും അതോടൊപ്പം തന്നെ സെക്യുലർ സ്റ്റഡീസിൽ നിന്നുള്ള സാമാന്യം നന്നായിട്ടുള്ള പഠനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, IQ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് അതും സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ സജീവമായിട്ട് കേൾക്കുന്ന ഒന്ന് തന്നെയാണ്. മറ്റു പല കോഷ്യൻ്റ്, സോഷ്യൽ കോഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അഡീഷണലുകൾ വരുന്നുണ്ട്. അതേസമയം ഈ ഒരു ഇമോഷണൽ കോഷ്യൻറ്റിനെ സമീപിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും, അല്ലെങ്കിൽ വലിയ തോതിൽ, അതിലൊരു മേൽക്കോയ്മ എന്ന് പറയുന്നത് കുറെ കൂടി മതേതരമായിട്ടുള്ള ഡിസ്കോഴ്സുകൾക്കാണ്. അതായത് അതിൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ മോർ റിലീജിയസ് ആവുന്നതോടുകൂടി ലെസ് ഇൻ്റലിജൻ്റ് ആവുന്നു എന്ന ഒരു അസംഷനിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പഠനങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ മുന്നോട്ട് പോകുന്നത്. ഒരേ സമയം ഇൻ്റലിജൻ്റ് ആവുക, അതോടൊപ്പം തന്നെ റിലീജിയസ് ആവുക എന്ന് പറയുന്നതിൽ എന്തോ ഒരു ചേരായ്മയുണ്ട് എന്നുള്ള ഒരു അസംഷൻ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ്, അതിനെ കൂടി, അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഈ ഒരു പഠനം മുന്നോട്ട് വരുന്നത്. അതായത് പ്രവാചകത്വമായിട്ട് ബന്ധപ്പെട്ടില്ലേ, പ്രവാചകന്മാരെന്ന് പറയുന്നത്
രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മെസ്സേജ് ഉണ്ട്, അവർ പ്രവാചകന്മാർക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ്, അതോടൊപ്പം മെസ്സഞ്ചർ എന്ന അവരുടെ പദവി. ആ മെസ്സേജ് അവർ ആളുകളിലേക്ക് എത്തിക്കുന്നത്, ഈ എത്തിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, അവർക്ക് മറ്റുള്ള വ്യക്തികളെ മനസ്സിലാക്കാനുള്ള, അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കാനുള്ള കഴിവ്, അവരുടെ പാശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇത്തരത്തിലുള്ള കഴിവുകൾ ഏറ്റവും ഉന്നതമായിട്ട് പ്രവാചകനിൽ സമ്മേളിച്ചിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് പ്രവാചകന് അത്തരത്തിൽ മെസ്സേജ് കൈമാറുവാൻ സാധിച്ചിട്ടുള്ളത് എന്നതാണ് ഈ ഒരു പഠനത്തിലൂടെ മിഖായിൽ സ്മിത്ത് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, ഈ വലിയ തോതിലുള്ള ഒരു സെക്യുലർ സ്വാധീനം എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് സ്കൂൾ ഓഫ് ലൈഫ് എന്ന പേരിൽ ലണ്ടനിൽ ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഒരു കരിക്കുലം, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന എല്ലാ പഠനങ്ങളും, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന എല്ലാ സർവീസുകളിലും റിലീജിയൻ എന്നതിനെ മാറ്റി വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സമാനമായിട്ട് നമുക്ക് ഒരുപക്ഷെ നോക്കിയാൽ മനസ്സിലാവും, മെൻ്റൽ ഹെൽത്തുമായിട്ട് മറ്റൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ പ്രചരിക്കുന്ന മോട്ടിവേഷണൽ ടോക്കുകൾ മറ്റൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പക്ഷേ സ്റ്റാറ്റസുകളായിട്ട് മറ്റൊക്കെ കാണാൻ പറ്റും. ഇതിലും റിലീജിയൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒക്കെ ഒരു കണ്ടന്റ് വളരെ ലോ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ മിഖായിൽ സ്മിത്ത് ഷെയർ ചെയ്യുന്ന ഒന്ന്, സ്പിരിച്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വെസ്റ്റിന് പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ അത് പലപ്പോഴും മിഡിൽ ഈസ്റ്റിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഈസ്റ്റേൺ ഏരിയയിലേക്കാണ് പോകുന്നത്. അതായത് അതൊന്നുകിൽ ബുദ്ധിസത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഹിന്ദുയിസത്തിലേക്ക് പോകും. പലപ്പോഴും അതിന് ഇടയിലുള്ള ഒരു മിഡിൽ ഈസ്റ്റിനെ അത് പരിഗണിക്കില്ല. ഈ ഒരു വിടവ് അത് തിരിച്ചു പ്രശ്നമുണ്ട്. അതായത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിനകത്തുള്ള ഇത്തരത്തിലുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ, അത് മുസ്ലിങ്ങളും അതിനെ വേണ്ടത്ര അഡ്രസ് ചെയ്യാത്ത അവസ്ഥ. ഉദാഹരണത്തിന് ഒരാൾക്ക് ഇപ്പം മൈൻഡ്ഫുൾനെസ് ഒക്കെ പോലുള്ള ചർച്ചകളുണ്ട്. ഇത് നമസ്കാരത്തിൽ നിന്നോ അല്ലെങ്കിൽ ദുആ ദിക്റുകളിൽ നിന്നോ ഒരാൾക്ക് ലഭിക്കാതിരിക്കുകയും അതേസമയം സെക്കുലർ പല പ്രാക്ടീസുകളിലൂടെയും ചിലപ്പം ബ്രീത്തിങ് ആയിരിക്കും, മറ്റു കാര്യങ്ങളായിരിക്കും, അതിലൂടെ ആളുകൾക്ക് അത് വർക്ക് ചെയ്യുന്നു എന്ന് ആളുകൾ പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ രൂപപ്പെടുക. ഇത്തരത്തിലുള്ള കുറേ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് മിഖായിൽ സ്മിത്ത് ഈ ഒരു പഠനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ച മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു പുസ്തകത്തിൽ 4 ചാപ്റ്റേഴ്സായിട്ടാണ് അദ്ദേഹം ഈ ഒരു പഠനം ഇതിൽ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറിൽ ഒന്നാമത്തെ പാർട്ടിൽ ചാപ്റ്ററിൽ അക്കലിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. അതായത് നമ്മുടെ ദിശനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ വെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇമാം മുഹാസിബിയുടെ ചിന്തകളാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സെൻട്രൽ ചാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ടെല്ലാമാവും എന്ന ഒരിക്കലും ബാധിക്കില്ല. കാരണം ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നതിന്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്സിന് തന്നെയും ചൂഷണം ചെയ്യാനുള്ള സാധ്യതകൾ, അതിൻ്റെ ഡേഞ്ചറസ് സൈഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് മോറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പാർട്ടില്ലാതെ ഇമോഷണൽ ഇൻ്റലിജൻസ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല എന്നും മിഖായിൽ സ്മിത്ത് പറയുകയും അതുകൊണ്ട് തന്നെ മോറൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ചർച്ചയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം കുറെ കൂടി ഒരു മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ള വഴി എന്ന അർത്ഥത്തിൽ നമ്മുടെ മോറൽ എഡ്യൂക്കേഷൻ അതെന്തായിരിക്കണം, ഒരേ സമയം മുസ്ലിം ഫാമിലിക്ക് വേണ്ടത്, മുസ്ലിം എഡ്യൂക്കേഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ മറ്റു മുസ്ലിം നെറ്റ്വർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മോറൽ എഡ്യൂക്കേഷൻ്റെ മോഡൽ എന്തായിരിക്കണം എന്ന അർത്ഥത്തിൽ കൂടിയുള്ള ഒരു ചർച്ച പങ്കുവച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു പഠനം അവസാനിപ്പിക്കുന്നത്. ഇതിൽ തുടക്കത്തിൽ ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ട് ഇമാം മുഹാസിബിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ സാഹചര്യം ഇപ്പം ഹിജ്റ വർഷം 165 മുതൽ 243 വരെയാണ് ഇമാം മുഹാസിബി ജീവിച്ചിരുന്നത്. മുഅ്തസില തോട്ട് അത് വലിയ തോതിൽ ദമാസ്കസൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളായിട്ട് വരുന്നത്.
അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ ആ അർത്ഥത്തിൽ വലിയ സ്വാധീനത്തിന് വിധേയമാവുകയും പിതാവിന്റെ അനന്തരാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നിരസിക്കുന്നുണ്ട്. പിന്നെ കാരണം പിതാവ് റിലീജിയന് പുറത്തു പോയി, ഇസ്ലാമിന് പുറത്തു പോയി എന്ന അർത്ഥത്തിൽ വരെ അദ്ദേഹം എത്തുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു മുത്തക്കല്ലിമൻ ട്രഡീഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിലേക്ക് ചാഞ്ഞു നിന്നിട്ടുള്ള ഒരാളായിരുന്നു ഇമാം മുഹാസിബി എന്നാണ് പറയുന്നത്. പിന്നെ ഖുർആനില് സുന്നത്തിൽ അതുപോലെ ആദ്യകാലത്ത് വന്നിട്ടുള്ള പഠനങ്ങളിലൊക്കെ ഏതർത്ഥത്തിലാണ് അക്കല് യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആനിൽ 46 തവണ ഈ ഒരു പ്രയോഗം തക്കലിനെന്നോ യക്കലിനെന്നോ അല്ലെങ്കിൽ ഇതിന്റെ വകഭേദങ്ങളായിട്ട് ഒരു നൗണായിട്ട് ആക്കൽ എന്ന് പറയുന്നത് പ്രയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പിന്നെ റൂഹിന് ഈക്വലായിട്ടല്ല കാണുന്നത്, മറിച്ച് അക്കലിന്റെ ഒരു ഫാക്കൽറ്റി, റൂഹിന്റെ ഒരു ഫാക്കൽറ്റി ആയിട്ടാണ് അക്കലിനെ അദ്ദേഹം കണ്ടിട്ടുള്ളത്. ഇതിൽ 3 ലെവലുകൾ, അക്കലിന് 3 ലെവലുകൾ ഉണ്ട് എന്ന് മുഹാസിബി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് കൺസെപ്റ്റലൈസേഷൻ, അതായത് എന്തിനേയും കാറ്റഗറൈസ് ചെയ്യാനുള്ള അക്കലിന്റെ ഒരു കപ്പാസിറ്റി. ഉദാഹരണത്തിന് ഒരു കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെന്റൽ ഇമേജ് നമുക്ക് ഉണ്ടാക്കാനും, അതൊരു 4 വീലായിട്ടുള്ള ഒരു വാഹനമാണ്, അത് മുന്നോട്ടെടുക്കാം, ബാക്കോട്ടെടുക്കാം, അതിലാൾക്ക് കയറാം, ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്. അതായത് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഴിവ് ഇല്ല എന്ന അർത്ഥത്തിലാണ്. എനിക്ക് തോന്നുന്നു പിന്നീടുള്ള അത് മലക്കുകൾക്കും മനുഷ്യനും ഇടയിലുള്ള ഒരു വലിയൊരു ഡിഫറൻഷിയേഷൻ ആയിട്ട് പിന്നീടുള്ള പല തിങ്കേഴ്സും ഇബ്നു തൈമിയ ഉൾപ്പെടെ അത് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. കൺസെപ്റ്റലൈസേഷൻ കഴിഞ്ഞാൽ ഫഹം, കൺസെപ്റ്റലൈസേഷൻ അറബിൽ യൂസ് ചെയ്യുന്ന ഗരീസ എന്ന വാക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്ര പറയാനൊരു കോൺഫിഡൻസ് കാണിക്കാത്തത്. പഠനത്തിൽ അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തത് ഫഹമാണ്, പിന്നെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെവലായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില കാര്യങ്ങളിൽ ചെറിയ നന്മ എന്ന അർത്ഥത്തിൽ അത് മനസ്സിലാക്കാമെങ്കിൽ പോലും അതിൽ വിശദമായിട്ട് പോകുമ്പം അല്ലെങ്കിൽ അതിൽ ഡീപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിലെ തിന്മ വ്യക്തമാവുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന് ലഹരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ വളരെ പെരിഫറലായിട്ട് നോക്കിക്കാണുമ്പം ഒരു പക്ഷേ അതിൽ ആളുകൾക്ക് ഫണ്ട് കണ്ടെത്താം, അല്ലെങ്കിൽ അതിൽ ചിലപ്പം ചെറിയ ഔഷധ മൂല്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ താൽക്കാലികമായിട്ടുള്ള ശമനങ്ങൾ, ഡിപ്രഷനോ മറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ ആളുകൾക്ക് പറയാം. പക്ഷേ അത് സൃഷ്ടിക്കുന്ന, സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ, അത് ഉണ്ടാക്കുന്ന ഒരു പക്ഷേ ആക്സിഡൻറ്റുകൾ, വയലൻസുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരാൾ കുറച്ചുകൂടി ഡീപ്പറായിട്ട് പോകുമ്പം അതിന് ആ ഒരു കപ്പാസിറ്റിയാണ് രണ്ടാമത്തെ ലെവലായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ബസീറ, ഉൾക്കാഴ്ച, ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അത് ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാമയുടെ ഉദാഹരണം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹം അള്ളാഹുൽ അഭയം തേടുകയും ഇതിനേക്കാൾ എനിക്ക് ജയിലാണ് ഭേദം എന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അതായത് അത് പരലോക ചിന്തയും തഖ്വയും ഒക്കെ സമ്മേളിക്കുന്ന ഒരു ലെവലിലാണ് അക്കല് ആ ഒരു അർത്ഥത്തിൽ നിലപാടെടുക്കുക കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുക. ഇതാണ് മൂന്നാമത്തുള്ള ഒരു സ്റ്റേജായിട്ട് പറയുന്നത്. ഈ ഒരു മുഹാസിബിയുടെ ചിന്ത അതുപോലെ തന്നെ ഇമാം ഗസാലിയുടെ ചിന്തയും കുറെ ഒക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ശേഷം അദ്ദേഹം സെക്കൻഡ് ചാപ്റ്ററിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് പ്രവാചകൻ ഒരു പ്രൈമറി ഏജന്റ് ഓഫ് ചേഞ്ച്, അതായത് മാറ്റത്തിന് ഏറ്റവും വലിയ ഒരു സാധ്യതയായിട്ട് വർത്തിച്ചതിൽ ഈ ഒരു പ്രവാചകന്റെ ആളുകളുടെ ഇമോഷണൽ അവയർനെസ്, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു വലിയ റോളുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അത് കുറെ കൂടി ഒരു പ്രൈമറി റോൾ എന്ന അർത്ഥത്തിലാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ, പ്രവാചകരെ താങ്കൾ ഒരു പരുഷഹൃദയനായിരുന്നെങ്കിൽ ആളുകൾ താങ്കളിൽ നിന്നും ഓടിയകലുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ അംർ ഇബ്നുൽ ആസ്, അദ്ദേഹം പ്രവാചകന്റെ ഇമോഷണൽ അവയർനെസ് അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം
മുന്നോട്ട് വെക്കുന്ന ഒരു ഉദാഹരണം, അംർ ഇബ്നുൽ ആസ് ഒരിക്കൽ തിരിച്ചെന്നറിയില്ല, അദ്ദേഹം പിന്നെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ പ്രവാചകരെ, അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അംറുല്ലാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവിക്കുന്നത് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്ന അർത്ഥത്തിലാണ് അംറുല്ലാസ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത്. പക്ഷെ പ്രവാചകൻ മറുപടി പറയുന്നു ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്ന് പറയുന്നു. അപ്പോൾ അംറുല്ലാസ് ചോദിക്കുന്നു, പിന്നെ അതല്ല, പുരുഷന്മാരിൽ ആരാണ് എന്ന ചോദ്യം ചോദിക്കുമ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് മറുപടി പറയുന്നു. അപ്പോൾ അംറുല്ലാസിന് ഒരു പ്രതീക്ഷ ഉണ്ട്, വീണ്ടും അടുത്തതായിട്ട് എൻ്റെ പേര് പറയും. അങ്ങനെ വീണ്ടും അംറുല്ലാസ് ചോദിക്കുന്ന സമയത്ത്, പിന്നെ കുടുംബത്തിൽ നിന്നും അല്ലാതെ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറയുന്നു. പിന്നീടും അദ്ദേഹം ചോദ്യം ആവർത്തിക്കുമ്പം അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്കും അലി റളിയല്ലാഹു അൻഹുവിലേക്കൊക്കെ എത്തുന്നു പറയുന്നു. പിന്നീട് അംർ ഇബ്നുൽ ആസിന് കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ അദ്ദേഹം ആ ഒരു ചോദ്യം അവിടെ അവസാനിപ്പിക്കുകയാണെന്നാണ്. അതേസമയം നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്, ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്, ആ സഹാബിക്ക് ഫീൽ ചെയ്യുന്നത് പ്രവാചകന് ഏറ്റവും അടുത്ത ആൾ ഞാനാണ് എന്നാണ്. അല്ലെങ്കിൽ പ്രവാചകന് ചുറ്റുമുള്ള ഓരോരുത്തർക്കും എൻ്റെ സ്ഥാനം വേറെ ആരൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ന അർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പം ഒരുപക്ഷെ ഈ സംഘടനാ നെറ്റ്വർക്കിലൊക്കെ പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചില നേതാക്കൾ ഒരു തവണ പേര് ചോദിച്ചു, പിന്നീട് എപ്പോഴോ അദ്ദേഹം കാണുമ്പം പിന്നെ ആ പേര് ഓർമ്മിച്ച് വെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വളരെ സാധാരണക്കായിട്ടുള്ള അണികൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും പ്രവാചകന് അത്രത്തോളം ആളുകളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും അത് നിലനിർത്താനും സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇമോഷണൽ അവയർനെസ്, അത് പിന്നെ ഇതിൽ പിന്നീട് മിക്കായൽ സ്മിത്ത് സംസാരിക്കുന്നത് ഇമോഷണൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഇതിനെ രണ്ടാക്കിയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സെൽഫ് അവയർനെസ്, അതുപോലെ തന്നെ മറ്റൊന്ന് ഇന്റർപേഴ്സണൽ അവയർനെസ്. അതായത് ഒന്ന് സ്വന്തത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി, അതോടൊപ്പം തന്നെ പിന്നെ മറ്റുള്ളവരുടെ ഇമോഷണൽ സ്റ്റാറ്റസുകളെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി. ഇതിൽ ഒരു സെൽഫ് അവയർനെസ് എന്നതിൽ ഒരു ചരിത്ര സംഭവം ആയിട്ട് എടുത്തു പറയുന്നത്, ഇടയ്ക്ക് വെച്ച് പറയാണ്, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രവാചകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഓതർ കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും വളരെ സെലക്റ്റീവായിട്ട് പറഞ്ഞു പോവാണ്. ഈ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫെമിലിയർ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ. പ്രവാചകൻ്റെ ഒരു മകൻ മരണപ്പെടുന്ന സന്ദർഭത്തിൽ, മകൻ ഇബ്രാഹിം, അദ്ദേഹം മരണപ്പെട്ടിട്ടാണ് പ്രവാചകൻ അറിയുന്നത്. വായിച്ചതിൽ രണ്ടർത്ഥത്തിൽ വരുന്നുണ്ട്. ഒന്ന്, ആസന്ന ഘട്ടത്തിലാണ് പ്രവാചകൻ ആ കുട്ടിയെ കയ്യിലെടുക്കുന്നതെന്നും, പിന്നീട് മരണപ്പെട്ടിട്ടാണ് എന്ന രൂപത്തിലും വായനയിൽ വരുന്നുണ്ട്. ഏതായാലും ആ ഘട്ടത്തിൽ അനസ് ബിൻ മാലിക്കും അബ്ദുറഹ്മാൻ ബിൻ ഔഫുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ, പ്രവാചകൻ്റെ കൂടെ ഉള്ളത്. പ്രവാചകൻ ആ സമയത്ത് ശരിക്കും പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താണ് പ്രവാചകര് ഇങ്ങനെ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയുന്നത്, ഇത് കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ തുടർന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, കണ്ണിന് കണ്ണുനീരുണ്ട്, ഹൃദയത്തിന് വേദനയുണ്ട്, അതേസമയം നമ്മുടെ റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് പുറത്തു വരില്ല എന്ന അർത്ഥത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്. അതായത് ഇമോഷൻസ്, പ്രവാചകന്റെ ഇമോഷൻസിനെ പറ്റിയിട്ട് പ്രവാചകൻ തന്നെ അവെയറാണ്. ഈ ഒരു അവെയർനെസ് അത് ഒരു പോയിന്റിന് ഒരു നിശ്ചിത പരിധിയിൽ അത് നിയന്ത്രണത്തിലുമാണ്. ഈ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പിന്നീട് പറയുന്നത് ഇന്റർപേഴ്സണൽ ഇമോഷണൽ അവെയർനെസ് ആണ്. അതായത്
പിന്നെ നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മൾ സംവദിക്കുന്ന, നമ്മൾ കൂടെ ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള അവരുടെ നില എന്താണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി. ഇതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പിന്നെ നമുക്ക് ഓരോ വ്യക്തിയുടെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്ന്, അവരുടെ കറന്റ് സ്റ്റാറ്റസ് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഇതിൽ 2 തരത്തിലുള്ള, അതായത് 2 കാറ്റഗറൈസേഷൻ മിക്കാൽ സ്മിത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇന്റർപേഴ്സണൽ അവയർനെസ്സിൽ സഹാനുഭൂതി ഉണ്ടാവുക എന്നുള്ളതാണ് സഹാനുഭൂതി. മറ്റൊന്ന് ഡീപ്പ് ലിസണിങ്, ഒരാളെ വളരെ ഡീപ്പായിട്ട് വളരെ മനസ്സാന്നിധ്യത്തോടു കൂടി ഒരാളെ കേൾക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ്. ഇതിൽ സഹാനുഭൂതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 1-2 ഉദാഹരണങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒന്ന്, ഒരു ബദവി മദീന പള്ളിയിൽ വന്നിട്ട് മൂത്രമൊഴിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ആ സന്ദർഭത്തിൽ പെട്ടെന്ന് സഹാബികൾ ഇടപെടുകയും പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാൻ ഒരുങ്ങുമ്പം പ്രവാചകനെ അവരെ തടയുന്നുണ്ട്. 2 ഘടകങ്ങൾ അതിൽ പിന്നീട് പ്രവാചകൻ ആ പദവിയായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിൽ 2 ഘടകങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ആ ഒരു മനുഷ്യന്റെ ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന ഘട്ടത്തിൽ അതിനെ തടഞ്ഞ് അയാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്, അത് പവിത്രമായ പള്ളിയിൽ അയാളെ ബുദ്ധിമുട്ടിക്കരുത്. മറ്റൊന്ന്, അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ പവിത്രത എന്നതിനെ പറ്റി അദ്ദേഹത്തിന് ധാരണ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്രെയിം വർക്കിലില്ല. മറ്റൊന്ന്, ഒരു പക്ഷേ മൂത്രത്തിന്റെ പവിത്രത ഇല്ലായ്മ എന്ന് പറയുന്നതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിക്കൊണ്ടും അദ്ദേഹത്തിന് നിലവിലൊരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുമാണ് പ്രവാചകൻ അദ്ദേഹത്തിൽ ആ ഘട്ടത്തിൽ നിലപാടെടുക്കുന്നത്. പിന്നീട് ആ പദവി പറയുന്നത് പോലും അള്ളാഹുവിന്റെ കാര്യം താങ്കൾക്ക് മേലും എനിക്ക് മേലും ഉണ്ടാവട്ടെ എന്ന്. പക്ഷെ ആ സഹാബിമാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ആരോ പറയുന്നത്. പക്ഷെ ആ ഒരു പദവിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ആ സമയത്ത് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് അത് വലിയ തോതിൽ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം സഹാനുഭൂതി ഇല്ലാത്ത ഒരു ഹൃദയത്തിലേക്ക് സഹാനുഭൂതി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒന്ന് പ്രവാചകൻ നിർവഹിക്കുന്ന ഒരു എക്സാമ്പിളാണ്. വ്യഭിചരിക്കണം എന്ന അർത്ഥത്തിൽ പ്രവാചകനെ സമീപിക്കുന്ന ഒരു വ്യക്തിയോട് പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് നിന്റെ ഉമ്മയുടെ അടുത്ത ഒരാളിങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്റെ സഹോദരിയുടെ അടുത്താണ് ഒരാളിങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്കിൽ താങ്കൾക്ക് അതെങ്ങനെ അനുഭവപ്പെടുമെന്ന്. യഥാർത്ഥത്തിൽ പ്രവാചകൻ അവിടെ ചെയ്യുന്നത്, അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എമ്പതി എന്ന് പറയുന്ന ഒന്നില്ല എങ്കിൽ അയാൾക്ക് ഏത് ക്രൈമും ചെയ്യാമെന്നുള്ളതാണ്. അയാൾ തിരിച്ച് പ്രവാചകൻ ഈ ചോദ്യങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് അയാളിൽ ഒരുപക്ഷെ മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന എമ്പതി എന്ന് പറയുന്ന ഒന്നിനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ആ വ്യക്തിക്ക് ആ ഒരു തിന്മയെ പിന്നീട് സമീപിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു മോറൽ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. ഇത് വിശ്വാസികൾ ആർജിച്ചിരിക്കേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഡീപ്പ് ലിസണിങ് എന്ന് പറയുന്നതാണ്. അതായത് ആളുകളെ കേൾക്കാനുള്ള കപ്പാസിറ്റി. കാരണം നമ്മൾ വാക്കുകൾ കേൾക്കുക എന്നതിനപ്പുറത്ത് അവരുടെ കണ്ണുകൾ, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ ശരീരഭാഷ, ഇതിലൂടെ തന്നെ യഥാർത്ഥത്തിൽ ഒരാളെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി യഥാർത്ഥത്തിൽ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിലാവട്ടെ, ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലാവട്ടെ, ഇനി അതല്ല നമ്മുടെ മറ്റു ബന്ധങ്ങളിലൊക്കെ ആവട്ടെ, മനസ്സ് മൈൻഡ്ഫുള്ളായിക്കൊണ്ട് തന്നെ നമുക്ക് ആളുകളെ കേൾക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം. ഇപ്പം ഒരാളുടെ മനസ്സാന്നിധ്യത്തെ തെറ്റിക്കരുത് എന്നതിനൊരു പക്ഷെ ഒരു ഉദാഹരണമായിട്ട് മിക്കാൽ സ്മിത്ത് മുന്നോട്ട് വെക്കുന്നത്, പിന്നെ നമസ്കാരത്തിന്റെ സമയത്ത് നിങ്ങൾ വെളുത്തുള്ളിയോ ഉള്ളിയോ കഴിച്ചിട്ട് വരരുതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതുവഴി ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്തുനിന്ന് നമസ്കരിക്കുന്ന ഒരാളുടെ മനസ്സാന്നിധ്യത്തെ നമ്മുടെ ഒരു പ്രവർത്തനം കാരണം ഇല്ലാതാക്കരുത്. ഇതാണ് അതുവഴി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇമോഷണൽ അവയർനെസ് എന്ന് പറയുന്നത്
പിന്നെ പരിശ്രമത്തിലൂടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നതാണ്. പിന്നെ നമ്മുടെ ശരീരം എവിടെയുണ്ടോ അവിടെ നമ്മുടെ മനസ്സും ഉണ്ടാകുന്ന ഒരു അവസ്ഥ എത്തിക്കുക എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയിട്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇമോഷണൽ അവയർനെസ്സും ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇമോഷണൽ അവയർനെസ് എന്ന് പറയുന്നത് ഒരാളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ, ഷിഫ്റ്റുകളെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് ഇമോഷണൽ അവയർനെസ് എന്ന് പറയുന്നത്. അതേസമയം ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ആ മാറ്റങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ ഉണ്ടാവും, ആ കാരണങ്ങളിലേക്ക് കൂടി എത്താൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ ഒരു ഉദാഹരണമായിട്ട് പിന്നെ പ്രവാചകത്വം അല്ലെങ്കിൽ ഈസോപ്പ് കഥകളിലെ ആൻഡ്രാക്കുലസിൻ്റെയും അതുപോലെ ആ സിംഹത്തിൻ്റെയും ഒരു സംഭവം പറയുന്നുണ്ടല്ലോ. സിംഹം ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ടുണ്ട്, ആളുകളാകെ പേടിച്ച് അരണ്ട് ഓടുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ സിംഹം വയലൻ്റ് ആവുന്നത് എന്നതിനെ പറ്റിയിട്ട് ആളുകൾക്ക് ധാരണയില്ല. ആ ഒരു പോയിന്റിലേക്ക് ആൻഡ്രാക്കുലസ് എത്തുകയും ആ ഒരു മുള്ളെടുത്തു കൊടുക്കുകയും ചെയ്യുന്നതോടുകൂടി അവർക്കിടയിൽ ഒരു ബോണ്ട് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഒരാൾ ഒരു പ്രത്യേക രൂപത്തിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില മാറ്റങ്ങൾ വരുന്നത് എന്നതിൻ്റെ റീസണിലേക്ക് എത്താനുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കണം എന്നതാണ്. മറ്റു രണ്ട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്, ഒന്ന് പ്രവാചകന്റെ സ്പർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മറ്റൊന്ന് പ്രവാചകൻ നിലനിൽക്കുന്ന മസ്കുലിനിറ്റി കൺസെപ്ഷനിൽ, അതായത് ആണത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ പ്രവാചകൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഫാദർഹുഡിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റിലൊക്കെ പ്രവാചകൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇതിൽ സ്പർശനത്തെ പറ്റിയിട്ട് പ്രവാചകന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടാകും. കാരണം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സലാം പറയുക എന്ന് പറയുന്ന ഒരു സംസ്കാരം, പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഡെവലപ്പ് ആകുന്ന ഒരു സംസാരം ഒരുപക്ഷെ വൺ ഹാൻഡ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരുപക്ഷെ കൊറോണയ്ക്ക് ശേഷമായിരിക്കാം, എന്താവട്ടെ, ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ലിഫ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ വല്ലാതെ മസിൽ പിടിച്ചായിരിക്കും നിൽക്കുക, അതിപ്പം അപരിചിതരാണ് നിൽക്കുക. പക്ഷെ പൊതുവെ ഒരു ഡിസ്റ്റൻസിലേക്ക് പോകുന്നതിനപ്പുറത്ത് പ്രവാചകൻ കുറെ കൂടി വലിയ തോതിൽ സ്പർശനം എന്ന് പറയുന്നത് പ്രവാചകന്റെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ വലിയൊരു ഭാഗമാണ്. പ്രവാചകനെ ഒരാൾ സമീപിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ഹൃദയം കടുത്തു പോയിട്ടുണ്ട്, അത് കുറെ കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ എന്ത് ചെയ്യാമെന്ന അർത്ഥത്തിൽ ഒരു ഉപദേശം തേടിയിട്ട് പ്രവാചകന്റെ അടുത്ത് ഒരാൾ വരുമ്പോൾ പ്രവാചകന് അദ്ദേഹത്തോട് പറയുന്നത്, താങ്കൾ അനാഥയുടെ തല തടവണം അല്ലെങ്കിൽ തല സ്പർശിക്കണം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അതുവഴി രണ്ട് വശത്തും ഹീലിംഗ് കിട്ടുന്ന ഒരു ആക്ട് ആയിട്ടാണ് ഇത് പറയുന്നത്. കാരണം ഒരേ സമയം ഒരു അനാഥയെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന ഒരു ഇമോഷണൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, മറുവശത്ത് ഇത് തടവുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ പ്രവാചകന് പലപ്പോഴും, അല്ലെങ്കിൽ പ്രവാചകന്റെ ഒരു ചര്യകളിൽപ്പെട്ട ഒന്നായിരുന്നു കൈ കോർത്ത് പിടിച്ച് നടക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ടച്ച് എന്ന് പറയുന്നതിന് ഇപ്പം ഇതിൽ മിക്കാൽ സ്മിത്ത് ഒരുപാട് സെക്യുലർ സ്റ്റഡീസ് കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊന്ന് ടച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയുള്ളൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട്. അതിൽ നിന്നുള്ള പഠനങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇത് പ്രവാചകന് അതുപോലെ നമസ്കാരത്തിനിടയിൽ പോലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഇവരൊക്കെ അവർ കുട്ടികളായിരുന്ന കാലത്ത് പ്രവാചകന്റെ ശരീരത്തിൽ സുജൂദിലായിരിക്കെ ശരീരത്തിൽ കയറി കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നമസ്കാരത്തിൽ സുജൂദിലായിരിക്കെ കുട്ടികൾ കഴുത്തിലോ മറ്റോ കയറിയിരിക്കുകയും സുജൂദ് വലിയ വലിയ ദൈർഘ്യം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞപ്പം കൂടെ നമസ്കരിച്ച ഒരു പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു കുട്ടികളുടെ കളിയെപ്പോലും നമസ്കാരത്തിനിടയിൽ പ്രവാചകന് ആ കുട്ടികളെ തട്ടി മാറ്റിക്കൊണ്ട് നമസ്കാരം അത്ര ഫാസ്റ്റ് ആക്കുക അല്ലെങ്കിൽ സാധാരണ ഒരു പേസിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നില്ല. അത്രയേറെ പ്രവാചകന് അതുപോലെ കുട്ടികളെ ചുംബിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സ്പർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവാചക സ്പർശനം എന്ന അർത്ഥത്തിലും
ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പറഞ്ഞ പോലെ മസ്കുലിനിറ്റിയാണ്. ജാഹിലിയ കാലത്ത് പിന്നെ ആണത്തത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് പബ്ലിക്കിൽ തങ്ങളുടെ പ്രത്യേകിച്ചും ദുർബലമായ എന്ന് നമ്മൾ പറയപ്പെടുന്ന വികാരങ്ങൾ, സങ്കടങ്ങളാവട്ടെ അല്ലെങ്കിൽ ഇഷ്ടങ്ങളാവട്ടെ, ഇപ്പം കുട്ടികളായിട്ടുള്ള ഇഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാതിരിക്കുക എന്നിടത്തുനിന്ന് അതായിരുന്നു ഒരു ജാഹിലിയ കാലഘട്ടത്തിലുള്ള നടപ്പ് ശീലം എന്ന് പറയുന്നത്. അതിനെ പ്രവാചകൻ വലിയ തോതിൽ മാറ്റിമറിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ മകൻ ഇബ്രാഹിമിന്റെ മരണത്തിന്റെ സമയത്തിൽ ആ ഒരു എക്സ്പ്രഷൻ, കണ്ണീര് വരുന്നതാവട്ടെ, പ്രവാചകൻ കുട്ടികളെ ചുംബിക്കുന്നത് കാണുമ്പം അങ്ങനെ ചുംബിക്കുകയോ എന്ന് പ്രവാചകനോട് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ താങ്കളുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു കളയപ്പെട്ടെന്ന് അതിൽ പ്രവാചകൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതായത് അതോടൊപ്പം പ്രവാചകന്മാർ തൻ്റെ ഭാര്യമാരായിട്ടുള്ള ഇടപെടൽ, അവരെ ചേർത്ത് നിർത്തുന്നത്, ഉദാഹരണത്തിന് ആത്മഹത്യയുടെ സമയത്തും മറ്റൊക്കെ അകറ്റി നിർത്തുന്ന ഒരു സമീപനത്തിനപ്പുറത്ത് അവരെ ചേർത്ത് നിർത്തുന്ന പ്രവാചക സമീപനം, ഇങ്ങനെ പല അർത്ഥത്തിലും പിന്നെ നേരത്തെ നിലവിലുണ്ടായിരുന്ന ഒരു ആണത്ത സങ്കല്പം അല്ലെങ്കിൽ ഒരു ഫാദർഹുഡിനെ കുറിച്ചുള്ള സങ്കല്പം, ഇതൊക്കെ പ്രവാചകന് വലിയ തോതിൽ കറക്റ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ പുതിയൊരു മോറൽ ഫ്രെയിംവർക്കിലേക്ക് പ്രവാചകൻ കൊണ്ടുവരുന്നതായിട്ട് കാണാം. ഇതിൻ്റെയൊക്കെ ഇത് വെറും മനുഷ്യരിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒന്നല്ല പ്രവാചകന്റെ ഒരു ഇമോഷണൽ അവയർനെസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഒട്ടകത്തെ കാണുമ്പം അല്ലെങ്കിൽ ഒട്ടകം പ്രവാചകനെ കാണുമ്പം ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഉടമയെ വിളിച്ചുകൊണ്ട് പ്രവാചകനെ പിന്നെ അതായത് വികാരങ്ങൾ, ഇമോഷൻസ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ജീവികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നത്, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇമോഷണൽ അവയർനെസ് അല്ലെങ്കിൽ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവാചക ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് അല്ലെങ്കിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു റിഫോം കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ട്രാൻസ്ഫോം ചെയ്യിക്കുന്നതിൽ ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് വലിയ തോതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എന്നാണ് അദ്ദേഹം ഈ ഒരു ഭാഗത്ത് പറയുന്നത്. പിന്നെ അതേസമയം ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് മാത്രം അത് സാധ്യമല്ല എന്നും, മറിച്ച് ഇമോഷണൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്കില്ലുള്ള ആളുകൾക്കും ചില ഡേഞ്ചറസ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ ചില വശങ്ങളുണ്ട് എന്നും ഓതർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈവൻ അത് കൗൺസിലിംഗ് NLP ഫീൽഡുകളിലൊക്കെ ഉള്ള ആളുകൾ ഒരുപക്ഷെ പറയുന്നതാണ്, നിങ്ങൾക്ക് ഈ കഴിവുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പിന്നെ വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ ഈവൻ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഒരു ന്യൂട്രൽ ആയിക്കൊണ്ട് കാണുക എന്നതിനപ്പുറത്ത് അതും ഐഡിയോളജിക്കലി ഉള്ള സ്വാധീനങ്ങൾക്ക് വിധേയമാണ് എന്നതും അതിനെയും ആ അർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അമേരിക്കയിലൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള പഠനത്തിൽ, യക്കീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ അവിടുത്തെ മുസ്ലിം യൂത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്നായിട്ട് അത് റിലീജിയസ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ ചിലയിടങ്ങളിൽ ഒരുപക്ഷെ അവരുടെ ഹിജാബിനെ ഒരു ബാക്ക്വേർഡ് ഐറ്റം ആയിട്ട് ഒരുപക്ഷെ കൗൺസിലേഴ്സ് പരിഗണിക്കുന്നുണ്ടാകുന്നത്. കാരണം ഓൾറെഡി ഒരു മെൻ്റൽ ഡിപ്രഷനിലോ മറ്റോ ആയിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളെ സമീപിക്കുമ്പം താങ്കളുടെ ഈ ഒരു റിലീജിയസ് ഐഡന്റിറ്റി അല്ലെങ്കിൽ റിലീജിയസ് ഡ്രസ് കോഡൊക്കെ താങ്കളുടെ ഈ പ്രശ്നത്തിന് കാരണമാണ് എന്ന തരത്തിലേക്കുള്ള കമൻസോ മറ്റോ വരാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ കാഴ്ചപ്പാടുകൾ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് എന്നതിനപ്പുറത്ത് മോറൽ ഇൻ്റലിജൻസിനെ ഒരു അടുത്തൊരു ചർച്ചയായിട്ട് മിക്കായൽ സ്മിത്ത് കൊണ്ടുവരുന്നുണ്ട്. അതായത് എങ്ങനെ മെസ്സേജ് കൈമാറുന്നു എന്നത് മാത്രമല്ല, അത് കൺവേ ചെയ്യുന്നതിൻ്റെ സക്സസ്സിൽ ആവുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രധാനമാവുന്നതോടൊപ്പം തന്നെ എന്താണ് മെസ്സേജ് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതായത് പ്രവാചകന്റെ ഇൻ്റലിജൻസിലെ രണ്ടാമത്തെ ഒരു പകുതി അതായിരുന്നു എന്നുള്ളതാണ്. മോറൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിനെ യഥാർത്ഥത്തിൽ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന മോറൽ എഡ്യൂക്കേഷൻ്റെ മെത്തേഡ്സുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. മോറൽ ഇൻ്റലിജൻസ് ആയിട്ട് അതുകൊണ്ട് ചില ക്വാളിറ്റീസിനെ പറ്റിയിട്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന്
നമ്മുടെ ധാർമ്മിക മാതൃകയെ കുറിച്ചിട്ടുള്ള സൗണ്ട് ജസ്റ്റിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പലതരത്തിലുള്ള മോറൽ ഫ്രെയിം വർക്കുകൾക്കുള്ളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടക്സ്റ്റിൽ ജീവിക്കുന്ന ഒരു വിഭാഗത്തെക്കാൾ പലതരത്തിലുള്ള മോറൽ ഫ്രെയിം വർക്കുകളും പലതരത്തിലുള്ള മേൽക്കോയ്മകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സൗണ്ട് ജസ്റ്റിഫിക്കേഷൻ അവരുടെ മൊറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്കില്ല എങ്കിൽ വളരെ ദുർബലവും ഘടനാരഹിതവുമായിട്ടുള്ള ധാർമ്മിക വിദ്യാഭ്യാസ പരിപാടികളാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അത് നമ്മുടെ ധാർമ്മിക ബുദ്ധിക്ക് മാരകമായിട്ടുള്ള പ്രഹരമേൽപ്പിക്കും എന്നുള്ളതാണ്. ഈ മോറൽ ഇൻ്റലിജൻസിൻ്റെ 2 പാർട്ടായിട്ട് അദ്ദേഹം വിഭജിക്കുന്നുണ്ട്. അതിൽ ഒന്ന് എബിലിറ്റി ടു റെക്കഗ്നൈസ് ട്രൂത്ത് എന്നാണ്. ട്രൂത്തിനെ മനസ്സിലാക്കാനുള്ള, അതായത് തെറ്റും ശരിയെയും വേർതിരിച്ച് മനസ്സിലാക്കാനും അതിൽ ശരിയെ പ്രിയോറിറ്റൈസ് ചെയ്യാനുമുള്ള ഒരാളുടെ എബിലിറ്റി. അതിൽ രണ്ടാമത്തതായിട്ട് അദ്ദേഹം പറയുന്നത് മോറൽ പ്രാക്ടീസ് എന്നതാണ്. അതായത് ഒരാളുടെ ധാർമ്മികമായിട്ടുള്ള തുടർച്ചയ്ക്ക് അതുമായിട്ട് തുടർച്ച ഉണ്ടാക്കുന്നതിൽ മോറൽ പ്രാക്ടീസുകൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഹാബിറ്റും ഇമോഷൻസും ഇത് രണ്ടും വലിയ തോതിൽ ഒരാളുടെ ധാർമ്മികമായിട്ടുള്ള വ്യക്തിത്വത്തെ നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോറൽ എഡ്യൂക്കേഷൻ മോഡലിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത്. ഇതിൽ അദ്ദേഹം 3 വിഭാഗങ്ങൾക്ക് ഈ ഒരു മോറൽ എഡ്യൂക്കേഷൻ മോഡല് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ബെനിഫിറ്റ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്ന് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനാണ്, രണ്ടാമത്തത് കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്സുകൾക്കാണ്, മൂന്നാമത്തത് നമ്മുടെ വീട്ടകങ്ങൾക്ക്, നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കാണ്. ഇതിന് അദ്ദേഹം ഡബിൾ ലൂപ്പ് ആൻഡ് സിംഗിൾ ലൂപ്പ് ലേണിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ഡബിൾ ലൂപ്പ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി നിലവിൽ നിൽക്കുന്ന ചില ധാർമ്മികമായ ചട്ടക്കൂടുകളും മറ്റൊക്കെ ഉണ്ടാവും. ആ ഒരു മെൻ്റൽ ഫ്രെയിം വർക്കിന് പുറത്ത് ഒരുപക്ഷെ നമ്മൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് മറ്റൊരു ഫ്രെയിം ഒരാളിൽ രൂപപ്പെടുത്തേണ്ടത്. അത് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഒരു ഫ്രെയിം രൂപപ്പെടുത്തുകയും അതിനു മേലെ ഒരുപക്ഷെ നമുക്ക് ആളുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷനും മറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അയാളുടെ പല പ്രാക്ടീസുകളും മോഡിഫൈ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെക്കുന്നതിനാണ് സിംഗിൾ ലൂപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഡബിൾ ലൂപ്പ് ലേണിംഗ് ഒന്നാമതായിട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന മറ്റു പണികൾ, അതായത് ഒരു ഫ്രെയിമിലേക്ക് അവർക്ക് വെക്കാൻ കഴിയണം. ഒരു വ്യക്തിക്ക് ഒരു ഫ്രെയിമിലേക്ക് ഇങ്ങനെയുള്ള ആളുടെ പുതിയ ഹാബിറ്റ്സ് അല്ലെങ്കിൽ പുതിയ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ ഒരു ഫ്രെയിം വർക്ക് ആദ്യം രൂപപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സക്സസ് ആവില്ല. അപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം വേറൊരർത്ഥത്തിൽ അതിനെ വിശദീകരിക്കുന്നത് മക്ക മദീന കാലഘട്ടങ്ങളെ വെച്ചിട്ടാണ്. മക്ക കാലഘട്ടത്തിൽ തൗഹീദ്, അതുപോലെ സ്വർഗ നരകങ്ങളെ കുറിച്ചിട്ടുള്ള വിശ്വാസം, പരലോക വിശ്വാസം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു ഫൗണ്ടേഷൻ ആക്കിയ ശേഷമാണ് പിന്നീടാണ് പ്രൊഹിബിഷൻ റൂളിങ്സും മറ്റു പ്രൊഹിബിഷൻസ് ഒക്കെ വരുന്നത്. അങ്ങനെ ആകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫ്രെയിം വർക്കിന് മുകളിൽ ഈ പ്രൊഹിബിഷൻസിനെയും മറ്റുമൊക്കെ ഉൾക്കൊള്ളാനും ആളുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാനും കുറെ കൂടി എളുപ്പത്തിൽ സാധിക്കും. മാത്രമല്ല പലപ്പോഴും ഒരാൾ കുറെ കൂടി താല്പര്യത്തോടെ ആയിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു ഫ്രെയിം വർക്കിലേക്ക് ഞാൻ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് അറിയുന്നതോടുകൂടി വളരെ താല്പര്യത്തോടു കൂടി ആ ഒരു ഫ്രെയിം വർക്കിലേക്ക് തൻ്റെ ജീവിത രീതിയെയും പെരുമാറ്റങ്ങളെയൊക്കെ മാറ്റുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. അതോട് ചേർത്ത് അദ്ദേഹം പറയുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ആ മജീഷ്യൻസിൻ്റെയും ആ ഒരു സംഭവത്തെയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാഗത്തേക്ക് അവർ വരുന്നതോടുകൂടി, ആ ഒരു മോറൽ ഫ്രെയിം വർക്കിലേക്ക് വരുന്നതോടുകൂടി ഫറോവ മുന്നോട്ട് വെക്കുന്ന മരണം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ ഒരു ഭീഷണി അതൊരു ഭീഷണി അല്ലാതാവുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഫ്രെയിം വർക്കിലേക്ക് അവർ കടന്നു വന്നു. അതിനുശേഷം മരണം എന്ന് പറയുന്നത് ഫറോവ മുന്നിൽ വെച്ചാലും അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ അതൊരു ഭീഷണിയായിട്ട് പിന്നീട് അങ്ങോട്ട് നിലനിൽക്കില്ല എന്നുള്ളതാണ്.
ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പുസ്തകത്തിലൂടെ മിക്കായൽ സ്മിത്ത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു കുറെ ആശയങ്ങൾ അതിൽ വന്നിട്ടുള്ള കുറെ ചിതറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുസ്തകത്തിൽ കോർഡിനേറ്റർ ആയിരിക്കാം, പക്ഷെ അതിൽ വന്ന കുറെ ആശയങ്ങൾ ഷെയർ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. പിന്നെ ബാക്കി ഒരു ചർച്ച എന്ന അർത്ഥത്തിലോ മറ്റോ ഒക്കെ തുടരാവുന്നതാണ് എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിലും അത്ര വലിയൊരു എക്സ്പേർട്ടൊന്നുമല്ല. കാരണം സൈക്കോളജിയും ഇസ്ലാമിക് സ്റ്റഡീസും ആണ് ഈ ഒരു പഠനത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഏരിയയിലേക്ക് ചില വായനകളൊക്കെ നടത്തുക എന്ന അർത്ഥത്തിലാണ് ഇതിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും പിന്നെ അതേസമയം പല പോയിന്റുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ലഭിക്കുമ്പോഴാണ് ഒരർത്ഥത്തിൽ ലേണിംഗ് എന്ന് പറയുന്ന ഒന്നും സാധ്യമാവുക. ആ അർത്ഥത്തിൽ എന്തെങ്കിലും അന്വേഷണങ്ങൾ എന്നതിനപ്പുറത്ത് പിന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പുതിയ കാഴ്ചകളിലേക്ക് നയിക്കാവുന്ന അർത്ഥത്തിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടക്കട്ടെ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവസാനിപ്പിക്കുകയാണ്. വാഹദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.